നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടുത്തെ പ്രതിഷേധത്തിന് അയവില്ലാതെ വീണ്ടും അവിടെ ജനങ്ങൾ തീർന്ന് പ്രതിഷേധിക്കുകയാണ്. സമരത്തിന്റെ ഒരു വഞ്ചനയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ഒന്നര മണിക്ക് ദയവ് ചെയ്ത് മറ്റേ നമ്മൾ സമരത്തിന്റെ അടുത്ത ഒരു ഫേസിലേക്ക് പോവുകയാണ്. 1:30 മണിക്ക് നമുക്ക് വാക്ക് തന്നു. കളക്ടർ വരുമെന്ന് പറഞ്ഞു, സബ് കളക്ടർ വരുമെന്ന് പറഞ്ഞു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവർ വരില്ല എന്ന് മാത്രമല്ല, ഒരു മറുപടിയും തരാൻ CCF ഉൾപ്പെടെ ഒരാൾ തയ്യാറാകുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഈ പ്രദേശത്തെ സഹോദരന്മാരോട് ഉണർത്തിക്കാനുള്ളത്, നമ്മുടെ കുടുംബാംഗങ്ങളിലെ കൊച്ചു കുട്ടികളെ അടക്കം ഇവിടേക്ക് കൊണ്ടുവരും. ഏത് സംവിധാനം എതിർത്താലും ഏത് തരത്തിലുള്ള പ്രതിരോധമുണ്ടായാലും ഈ സമരം ഇന്ന് രാത്രി കൂടി വ്യാപിപ്പിക്കാനാണ് നമ്മൾ തയ്യാറാകുന്നത്. ഇത് ഗവൺമെന്റ് കളക്ടർ വരുത്തി വെക്കുന്ന സമരമാണ്. വയനാട് കളക്ടർ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഓരോ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി. വയനാടിന്റെ കളക്ടർ ആയിരിക്കും. അവരുടെ ധിക്കാര സമീപനത്തിന് മുമ്പിൽ ഈ സെറ്റിൽമെന്റ് കോളനി ഉൾപ്പെടുന്ന പ്രദേശത്തെ ഈ നാടിന്റെ നേരവകാശികളായ അടിയ പണിയ കുറിച്ച സമുദായങ്ങളെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ ആര് മുന്നോട്ട് പോയാലും അവരെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന സമരത്തിന് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. സംയമനത്തിന്റെ സമരമായിരിക്കണം. മനുഷ്യപ്പറ്റിന്റെ മുദ്രാവാക്യമാണ് നമ്മുടേത്. നമുക്ക് ശത്രുക്കളില്ല. നമുക്ക് അവകാശം സംരക്ഷിക്കണം, ജീവൻ സംരക്ഷിക്കണം. അതിന് ജനാധിപത്യ പ്രക്രിയയുടെ പരമകോണിയിൽ നിന്ന് നമുക്ക് ഈ സമരത്തെ ക്രമപ്പെടുത്താൻ സാധിക്കണം. അനുനയ ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടായപ്പോൾ 1:30 മണിക്ക് CCF പറഞ്ഞതാണ്, DFO പറഞ്ഞതാണ്, കളക്ടർ ഉൾപ്പെടെ വരുമെന്ന് ബഹുമാനപ്പെട്ട പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ടവരും പറഞ്ഞിരുന്നു, പ്രത്യാശ പങ്കുവച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ 3/4 മണിക്കൂറോളം നമ്മൾ പ്രതിഷേധിച്ചിട്ട് പോലും CCFന്റെ വാതിൽ കൊട്ടിയടക്കുന്നത് എന്റെയും നിങ്ങളുടെയും പൗരാവകാശത്തിന്റെ മേലെയുള്ള മുഖത്തേക്കുള്ള അടിയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാനാണ്. അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. അവർക്ക് കളക്ടറെ കിട്ടുന്നില്ല. ഉന്നതാധികാരികൾ അവരോട് ഒന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരോട് പറയണം? ഞങ്ങൾക്ക് ആകെ പറയാനും അഭയവുമുള്ളത് നിങ്ങൾ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ്. ഏറ്റവും ഒടുവിലെ ഞങ്ങളുടെ വേദന, ഈ ഒരു ഘട്ടത്തിൽ പോലീസുകാരുൾപ്പെടെ ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്നവർ, നമ്മൾ ചേർന്ന് നിന്നവർ, ഇന്ന് ലാത്തിയും ചില ആയുധങ്ങളുമൊക്കെ പ്രയോഗിക്കാൻ വെമ്പക്കൊള്ളുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളുടെ ശത്രു പട്ടികയിലായിരിക്കും. രാത്രിയിലെ കൂടി സമരം നീട്ടും. ഈ വന്യമൃഗ ഇഷ്യൂ നിലനിൽക്കുന്നിടത്ത് രാത്രിയിൽ ഞങ്ങളെ സഹോദരിമാരെ കൊണ്ടുവന്നാലേ കണ്ണു തുറക്കുകയുള്ളൂ എങ്കിൽ ആ രീതിയിലേക്ക് ഞങ്ങൾ മനുഷ്യപ്പറ്റിന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി, സ്വാഭാവിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദയാവായ്പ കൊണ്ടുള്ള സമരമാണ്. വെല്ലുവിളിയില്ല. റവന്യൂ അധികാരി ഞങ്ങൾക്ക് സംരക്ഷണം, പോലീസിന്റെ സംരക്ഷണം, നിയമപരിരക്ഷ. പക്ഷെ ഒരു പൗരന്റെ സംരക്ഷണം എന്ന് പറയുന്നത് റവന്യൂ ആണ്. ആ റവന്യൂ അധികാരി വരാതെ ഈ സമരത്തിൽ നിന്ന് കടുകട ഞങ്ങൾ പുറകോട്ടില്ല. സബ് കളക്ടറും ADM വന്നാലും കുഴപ്പമില്ല. റവന്യൂ അധികാരി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അതല്ല എങ്കിൽ CCFന്റെ മേലുള്ള DFOന്റെ മേലുള്ള ഉപരോധം തുടരുക തന്നെ ചെയ്യും. പ്രതിഷേധം കടുപ്പിക്കുകയാണ് നാട്ടുകാർ. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ പ്രതിഷേധവുമായി മുന്നിലേക്ക് പോകും. രാത്രിയും സമരം തുടരും. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ കൊണ്ടുവന്ന് സമരം ചെയ്യും, പ്രതിഷേധിക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ നിലപാടെന്ന് പറയുന്നത് കളക്ടർ നേരിട്ട് എത്തണം എന്ന് തന്നെയാണ്. അതിലൊരു തീരുമാനം ഉണ്ടാകാതെ അവരവിടെ നിന്ന് പിന്നോട്ട് പോയില്ല. കുട്ടികളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രതിഷേധിക്കുമെന്നാണ് അവർ പറയുന്നത്.